നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവനെ ആൾദൈവമാക്കിയും സാമൂഹിക പരിഷ്കർത്താവായും രാഷ്ട്രീയക്കാർ വ്യാഖ്യാനിക്കുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി. OV സിൽവേരി എഴുതിയ മതിലകം ചരിത്രവും സംസ്കാരവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീനാരായണ ഗുരുദേവനെ ആൾദൈവമാക്കിയും സാമൂഹിക പരിഷ്കർത്താവായും രാഷ്ട്രീയക്കാർ വ്യാഖ്യാനിക്കുന്നുവെന്ന് SNDP യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. SNDP യോഗം നാട്ടിക യൂണിയന്റെ 10ാമത് വാർഷിക സമ്മേളനം തൃപ്യാർ SNDP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിയും മതവുമില്ലെന്ന് ഗുരുദേവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അരുവിപ്പുറത്ത് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചാണ് ഈഴവ മുന്നേറ്റത്തിന് വേണ്ടി ഗുരുദേവൻ തുടക്കം കുറിച്ചത്. കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം എന്നിവയെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് ഈഴവർക്ക് സാമൂഹിക നീതി ലഭിക്കുന്നില്ല. ഈഴവർക്ക് പ്രാമുഖ്യമുള്ള കള്ള്, കയർ വ്യവസായങ്ങൾ കുത്തനെ താഴോട്ട് പോകുന്നു. രാഷ്ട്രീയ കക്ഷികളുടെ വെള്ളം കോരികളാകാൻ ഈഴവർ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ പണ്ട് മുതൽ SNDP യോഗം സ്ഥാപിച്ച അന്ന് മുതൽ മലബാർ പ്രദേശത്ത് SNDP യോഗത്തിന്റെ പ്രവർത്തനം വളരെ പിന്നോക്കമായ ഒരു സത്യാവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ ജാതീയമായ വിവേചനങ്ങൾ ഒരുപാട് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ മേഖലകളിൽ ഉണ്ടായിരുന്നത് പോലെ അവിടെ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെയാണ് അന്ന് SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ അത്രയധികം സജീവമായി അവിടെ ഉണ്ടാകാതിരുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ആളുകളുടെ വലിയ കൂട്ടായ്മകൾ പല അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരവസ്ഥ മലബാറിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വിദ്യാഭ്യാസപരമായി നോക്കിയാലും വ്യാവസായികമായി നോക്കിയാലും ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മുടെ സഹോദരങ്ങൾക്ക് വളരെ പിന്നോക്കം നിൽക്കേണ്ട ഒരവസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു നൽകിയപ്പോൾ 32ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു നൽകിയത് ഒരു പ്രത്യേക സംഘടിത മതവിഭാഗത്തിന് മാത്രമാണ്. ആ ജില്ലയിൽ തന്നെ ഏതാണ്ട് 60% സമുദായത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചു കൊടുക്കുന്നത്. ആ സമുദായത്തിലെ 40% കുട്ടികളെ, അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് തന്നെ ഇവിടെ +2 പഠിക്കുന്ന മുകളിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനേക്കാൾ അവിടെ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ, അതുപോലെ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവയവങ്ങൾ വെച്ചെടുപ്പിക്കുന്നതിന് വേണ്ടി, ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് ധനസഹായം നമ്മുടെ സഹോദരങ്ങൾക്ക് കിട്ടേണ്ടത് കഴിഞ്ഞ 12 വർഷക്കാലമായി കിട്ടാതെ പോവുകയുണ്ടായി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ, സലീം തഷ്നാത്ത്, KC മോഹനൻ, KG കൃഷ്ണനുണ്ണി, അജിത് വാഴപ്പള്ളി, ജയന്തൻ പുത്തൂര് എന്നിവരും സംസാരിച്ചു. KV ജയരാജൻ മാസ്റ്റർ സ്വാഗതവും PV സുദീപ് കുമാർ നന്ദിയും പറഞ്ഞു. OV സിൽവേരി എഴുതിയ മതിലകം ചരിത്രവും സംസ്കാരവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഞായറാഴ്ച മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പുസ്തക പ്രകാശന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. OA ജെൻറി അധ്യക്ഷനായിരുന്നു. ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം പുസ്തകത്തിന്റെ ആദ്യ പ്രതി OA സൈമഡ് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, AK അബ്ദുള്ള മോൻ, ജെയിംസ് തീയാടി എന്നിവരും സംസാരിച്ചു. മുസ്ലിസ് ചരിത്രത്തിൽ മതിലകത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാറും ഉണ്ടായിരുന്നു. KM ഗോപാലൻ മോഡറേറ്ററായി, ഡോക്ടർ C രാജൻ, ഫാദർ ഡോക്ടർ ജോൺസൺ പാങ്കേത്ത്, സുനിൽ P മതിലകം, ബിജോ സിൽവേരി എന്നിവരും സംസാരിച്ചു. നമ്മുടെ തീരത്തിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ വ്യാപിച്ചു കിടന്നിരുന്ന ഒന്നാണ് എന്ന് നമ്മൾ ഈ അടുത്ത കാലത്താണ് കൂടുതൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് മനസ്സിലാക്കാനുള്ള പല സൂചനകളും വേലായുധം പണിക്കശ്ശേരിയുടെയും അതുപോലെയുള്ള ചരിത്രകാരന്മാരുടെ എല്ലാം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ സൂചനകൾ അതിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു മുസ്ലിസ് എന്ന് പറഞ്ഞാൽ പറവൂർ, ഏഴിക്കരയൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഭാഗമാണ്. മതിലകവും മണപ്പുറവും ഒക്കെ അതിൽ പെടും എന്ന് തന്നെയാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മുസ്ലിസ് എന്ന് പറഞ്ഞാൽ വളരെ ചരിത്രാതീത കാലം മുതൽ തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു തുറമുഖമായിരുന്നു, ഒരു സംസ്കാരമായിരുന്നു, ഒരു പട്ടണം എന്ന് പറയാൻ നിവൃത്തിയിൽ ഒരു സംസ്കാരമായിരുന്നു. കേരള നദ്വത്തുൽ മുജാഹിദീൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി. കൈപ്പമംഗലം 12 നവോത്ഥാന കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലി കാളമുറി ചുറ്റി സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് KA അബ്ദുൽ ഹസീബ് മദനി, സെക്രട്ടറി PK അബ്ദുൽ മജീദ്, അബ്ദുൽ ജബ്ബാർ മണപ്പാട്ട്, KA അലി, PK നജ്മുദ്ദീൻ, PMS ആബിദീൻ, KA മുഹമ്മദ് എന്നിവരും സംസാരിച്ചു.
പെരിഞ്ഞനത്ത് രൂപീകരിച്ച ആക്ട്സിന്റെ യൂണിറ്റ് മതിലകം SI D മിഥുൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ മണിക്കൂറിൽ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ച അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അതിന്റെ പൂർണ്ണമായ തോതിൽ, അതായത് ഒരു 100-ലുണ്ടെങ്കിൽ ഒരു 110% ആത്മാർത്ഥതയോടുകൂടി, വേറെ ഒരു ലാഭവും ഇച്ഛിക്കാതെ ഒരു 110% ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ തൃശ്ശൂരിൽ ഈ റൂറൽ സൈഡിൽ ഇവർ പ്രവർത്തിക്കുന്നത്. അത് വിളിച്ച് അവരുടെ കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളാണ്, മുഖസ്തുതിയായിട്ട് പറയുന്നതല്ല, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ വിളിക്കുന്ന ഒരു അവസരം, ഞാൻ വിളിക്കുന്ന ഒരു അപകടം നടന്നാൽ പെട്ടെന്ന് ഞാൻ വിളിക്കുന്നത് ജനങ്ങളെ പോലീസിനെ വിളിക്കുന്നു. പക്ഷെ ഞാൻ വിളിക്കുന്നത് ഈ ഷമീറിന്റെയോ സുനിലിന്റെയോ മൊബൈലാണ് എന്റെ കയ്യിലുള്ളത്, അവരെയാണ് ഞാൻ വിളിക്കുന്നത്. ഷമീർ എത്രയും പെട്ടെന്ന് ഒരു അപകടം നടന്നിട്ടുണ്ട്, അവിടെ വരണം, അവരെ രക്ഷിക്കണം. ഒരു സെക്കൻഡ് പോലും പാഴാകാം സാറേ, ഞാൻ വിത്തിൻ സെക്കൻഡ്സ് അവിടെ എത്താമെന്നാണ് അവർ പറയുന്നത്. എവിടെ ആയാലും അത്രയും നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ ഈ ഒരു യൂണിറ്റിന്റെ ഉദ്ഘാടനം എന്നെ കൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അത്യധികം സന്തുഷ്ടനാണ്. KC ശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ആക്ട്സിന്റെ ജില്ലാ സെക്രട്ടറി ജീസൻ ചുണ്ടൽ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആക്ട്സ് പ്രവർത്തകരായ കബീർ, ഷമീർ എന്നിവരും സംസാരിച്ചു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എടത്തിരുത്തി പഞ്ചായത്ത് കൺവെൻഷനും കമ്മിറ്റി പ്രഖ്യാപനവും നടന്നു. ചന്ദ്രാപ്പിനി ALP സ്കൂളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ നയിക്കേണ്ട വരും തലമുറ പരിപൂർണമായും മദ്യത്തിന് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതേസമയത്ത് ബാറുകൾക്ക് കൂടുതൽ ലൈസൻസ് കൊടുക്കുകയും ബീവറേജ് ഷോപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മദ്യം ഒഴുക്കുന്ന ഒരു പുതിയ മദ്യ സംസ്കാരം കൂടി നമ്മുടെ ഭരണകർത്താക്കൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആളുകളെ പരിപൂർണമായും വരും തലമുറയെ പരിപൂർണമായും മദ്യത്തിന് അടിമയാക്കി അവരെ മസ്തിഷ്കം മരവിച്ച് അവരെന്തിനും തയ്യാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതേ സമയത്ത് മറുവശത്ത് ഈ മദ്യ മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, അവിടെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൂട്ടുന്ന അഴിമതി, എത്ര ലക്ഷങ്ങളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഈ പണം മുഴുവൻ എവിടെ നിന്ന് കിട്ടുന്നു? ജില്ലാ സെക്രട്ടറി ഷിഹാബ് കൈപ്പമംഗലം, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് പുതിയകാവ്, മണ്ഡലം സെക്രട്ടറി TR ഷാജി എന്നിവരും സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.